തിരുനബി ജീവിതത്തിന്റെ പ്രകാശപൂർണമായ അധ്യായങ്ങളിലൂടെ ഒരു തീർത്ഥയാത്ര. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹപ്രപഞ്ചം. ടി.എ. മുഹമ്മദ് ഫാറൂഖ് നഈമി അൽ ബുഖാരിയുടെ വാർഷിക പ്രഭാഷണം. മുത്ത് റസൂൽ ഉദയവും ഉയർച്ചയിൽ. മുത്ത് റസൂൽ ഉദയവും ഉയർച്ചയിൽ 2009 മാർച്ച് 29 മുതൽ ഏപ്രിൽ 5 വരെ കൊല്ലൂർ വിള കൊച്ചുതങ്ങൾ നഗറിൽ. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا وحبيبنا الأمين وعلى آله وأصحابه وأهل بيته أجمعين. يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بحماك. أنا طامع بالجود منك ولم يكن لأبي حنيفة في الأنام سواك. مصطفى جان رحمت لاکھوں سلام. شمع بز میں ہدایت پہ لاکھوں سلام. شہریار ارم تاجدار حرم نوبہار شفاعت پہ لاکھوں سلام. ہم غریبوں کے آقا پہ بے حد درود. ہم فقیروں کے سرور پہ لاکھوں سلام. അമ്മാ ബഅദ്. സർവാദരണീയരായ പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധരായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അപദാനങ്ങളും ജീവിത ശകലങ്ങളും അനാവരണം ചെയ്തുകൊണ്ടുള്ള നമ്മുടെ പരമ്പരയുടെ പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. നാളെ സമാപന സംഗമത്തോടെ നമ്മുടെ ഈ ചടങ്ങ് അവസാനിക്കുകയാണ്. എന്നാൽ നമ്മുടെ വിഷയ സമർപ്പണ പരമ്പര ഇന്നിവിടെ അതിന്റെ സാഫല്യത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി അവിടുത്തെ ജീവിതത്തിന്റെ ശകലങ്ങളോട് ഇടപെട്ടുകൊണ്ട് 7ാമത്തെ രാത്രിയിലാണ് നാം സംഗമിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിന്റെ പ്രമേയമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളോട് ആത്മീയമായ ആഭിജാത്യം വർദ്ധിക്കാനും അവിടുത്തെയോടുള്ള അനുരാഗത്തിന്റെ തോത് അധികരിക്കാനും അവിടത്തെയോട് പ്രണയം വർദ്ധിക്കുവാനുമുള്ള കാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വേദി സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞും അറിഞ്ഞും കേട്ടും പരിചയമുള്ള
അധ്യായങ്ങളാണ് നാം കൈകാര്യം ചെയ്തു പോകുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പ്രേമമുയർത്തുന്ന ഒരാൾക്ക് ഈമാനിന്റെ അവിഭാജ്യ ഘടകം അവിടുത്തെയോടുള്ള ബന്ധമാണെന്ന് മനസ്സിലാക്കുന്ന ഒരാൾക്ക് ആത്മീയമായി മധു പകർന്നു തരുന്ന നമ്മുടെ ഹൃദയത്തിന്റെ നിധിയോടുള്ള ബന്ധം പുതുക്കുവാനുള്ള വളരെ സുവർണമായ സംഗമമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്ത് തന്നിട്ടുള്ളത്. അവിടുത്തെ ആത്മീയ ലോകത്തെ ജന്മം മുതൽ തുടങ്ങി അവിടത്തേക്ക് വേണ്ടി ലോകത്തെ മുഴുവനും നടന്ന മുന്നറിയിപ്പുകളിലൂടെ കടന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ലോകം കാത്തിരിക്കുന്ന മുഹൂർത്തത്തിലൂടെ സഞ്ചരിച്ച് അവിടുത്തെ തിരുപ്പിറവിയുടെ മഹാത്മ്യങ്ങൾ പറഞ്ഞ് അവിടുന്ന് ബനൂ സഅദിലും മക്കയിലും നടന്ന ശൈശവ ബാല്യ കൗമാരങ്ങളിലൂടെ സഞ്ചരിച്ച് ഇന്ന് അവിടുത്തെ യൗവനത്തിലൂടെ നുബുവത്തിലേക്ക് എത്തിച്ചേരുകയാണ്. നബുവത്തിന്റെ മുന്നറിയിപ്പുകളോടുകൂടി ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പരമ്പര തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയാനും എഴുതാനും അവതരിപ്പിക്കാനും സമർപ്പിക്കാനും തുടങ്ങിയവരെല്ലാം ആയുധം വെച്ച് കീഴടങ്ങിയതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവചരിത്ര ആവിഷ്കാരത്തിന്റെ ഈ സംഗമം നമുക്കെവിടെയും തുടങ്ങാനും തുടരാനും അവസാനിപ്പിക്കാനും കഴിഞ്ഞിട്ടില്ല എന്ന നിസ്സഹായത തുറന്നു സമ്മതിച്ചുകൊണ്ട് അവിടുത്തെയുടെ ചരിത്ര വീക്ഷണങ്ങൾക്ക് മുമ്പിൽ വിനയപുരസ്സരം നമ്മുടെ ഈ സമർപ്പണം അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രീതിയെ കാംക്ഷിച്ചുകൊണ്ട് പരിസമാപ്തി കുറിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന കോമളനായ യുവപ്രായമുള്ള നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ എല്ലാവർക്കും അൽ അമീനാണ്. അവിടുത്തെ ഭാവങ്ങളും അവിടുത്തെ ശൈലിയും എല്ലാവരും പ്രിയത്തോടുകൂടി സ്വീകരിക്കുകയാണ്. ഇന്നലെ അവസാനം ഓർമ്മപ്പെടുത്തിയതുപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ സൗന്ദര്യത്തിന്റെ അക്ഷയ കേന്ദ്രമായിട്ട് പോലും ഒരു അന്യ സ്ത്രീക്കും അവിടുത്തെയുടെ മുഖത്തേക്ക് നോക്കി അരുതാത്തത് ചിന്തിക്കുവാനോ മനസ്സുകൊണ്ട് അഭംഗിയുള്ളത് ആലോചിക്കുവാനോ കഴിയുകയില്ല എന്ന സംരക്ഷണത്തിന്റെ കവചത്തിലാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ളത്. കാരണം അവിടുത്തെ ദൃഷ്ടി ഹിദായത്തിന്റെ ദൃഷ്ടിയാണ്. ജിസ് തറഫ് ഉഡ് ഗയി ദം മദം ആ ഗയാ ഉസ് നിഗാഹേ ഇനായത്ത് പേ ലാഖോ സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധ ദൃഷ്ടി എവിടെ പതിയുന്നുവോ ആ ദൃഷ്ടി പതിഞ്ഞ സ്ഥലം ഹിദായത്തിന്റെ പ്രകാശം കൊണ്ട് അനുഗ്രഹീതമാവുകയാണ്. അങ്ങനെ അവിടുത്തെ കാലുപതിഞ്ഞ നാടും അവിടുത്തെ കണ്ണു തറച്ച സ്ഥലങ്ങളും അവിടുത്തെയുടെ സാന്നിധ്യം അരുളിയ ഇടങ്ങളെല്ലാം ഹിദായത്തിന്റെ പ്രപഞ്ചത്തിലേക്ക് ലയിച്ചു ചേർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട 25ാമത്തെ യുവത്വത്തിന്റെ ഏറ്റവും മധുരതരമായ സമയത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം ഒരു കുടുംബ ജീവിതത്തിന്റെ ആമുഖത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അനുരാഗത്തിന്റെ ആത്മവല്ലരികൾ തീർത്ത് ആരോടെങ്കിലും പിഴച്ചു ചിന്തിക്കുവാൻ സാധ്യതയില്ലാത്ത മനസ്സിന്റെ ഉടമയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുലീനയായ കുലജാതയായ അറബ് ലോകത്തെ പരിഗണന ഒരുപാട് അർഹിച്ചിരുന്ന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയോട് വിവാഹ ആലോചന നടക്കുകയാണ്. അന്ന് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ പ്രായം നമുക്കെല്ലാം അറിയുന്നത് പോലെ 40 വയസ്സ്.
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 25 വയസ്സുള്ള ചെറുപ്പക്കാരൻ ആലോചന നടത്താൻ അബൂ ത്വാലിബിനോട് സമ്മതം ചോദിക്കുന്നു. രണ്ട് കുടുംബത്തിലെയും ആളുകൾ ഒരുപോലെ ചർച്ചയ്ക്കിരുന്നുകൊണ്ട് അവസാനം ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിക്കാഹിന്റെ ആമുഖത്തിലേക്ക് പോവുകയാണ്. അതിന്റെ മുന്നൊരുക്കമായി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയോട് ഒരു പുരോഹിതൻ പങ്കുവച്ച സൂചന ഇന്നലെ നാം പറഞ്ഞിരുന്നു. അതിനോടനുബന്ധമായി ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഇസ്ഹാഖ് തങ്ങൾ നിവേദനം ചെയ്യുന്നു, അവിടുന്ന് മക്കയിലെ പെണ്ണുങ്ങളെല്ലാം ഒരു പെരുന്നാളിന് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചുകൂടി പെരുന്നാൾ ആഘോഷത്തിന്റെ അലതല്ലലിൽ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫജാഅഹുന്ന യഹൂദിയുൻ, ഒരു ജൂതൻ അങ്ങോട്ട് കടന്നു വന്നു. എന്നിട്ട് അയാൾ പറഞ്ഞു, യാ മഅശറൻ നിസാ, അല്ലയോ സ്ത്രീകളെ, അല്ലെങ്കിൽ യാ മഅശറ നിസാ ഖുറൈശ്, ഖുറൈശികളിൽപ്പെട്ട സ്ത്രീകളെ, അതാ നിങ്ങളുടെ അടുക്കലേക്ക് ഒരു പ്രവാചകൻ വരാനെടുത്തിരിക്കുന്നു. നിങ്ങളിലേക്ക് ഒരു വാഗ്ദത്ത പ്രവാചകന്റെ രംഗപ്രവേശനത്തിന്റെ സമയമായിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളിൽ ആർക്കാണ് ആ പ്രവാചക പ്രഭുവിന്റെ അരമന പങ്കിടാൻ കഴിയുക, ഭാര്യയാകാൻ കഴിയുക, നിങ്ങൾ അവർ താല്പര്യം പോലെ ചെയ്തുകൊള്ളട്ടെ, നിങ്ങൾ അങ്ങനെ പ്രവർത്തിക്കുക. അപ്പോൾ സ്ത്രീകളോട് നോക്കി ഒരു അസഭ്യം പറഞ്ഞ സമീപനം പോലെ ജൂതനോട് വെറുപ്പ് കാണിച്ച് പെണ്ണുങ്ങളെല്ലാം വിരോധം പ്രകടിപ്പിച്ചുകൊണ്ട് മാറുകയാണ്. ആ പുരോഹിതനോട്, ജൂതനോട് സ്ത്രീകൾ മുഴുവനും ഒരു വൈമനസ്യം കാണിച്ചു. എന്താണ് ഇയാൾ സ്ത്രീകൾ ഇരിക്കുന്ന മജ്‌ലിസിലേക്ക് വന്ന് ഒരു പ്രവാചകൻ വരാനുണ്ട്, നിങ്ങളിൽ ആർക്കാണ് ആ പ്രവാചകന്റെ വിരിപ്പാവാൻ കഴിയുക, ഭാര്യയാകാൻ കഴിയുക, ആയിക്കൊള്ളൂ എന്ന് പറയുന്നു. ഇതൊരു അസഭ്യം പോലെ തോന്നി. അപ്പോഴാണ് ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ വർത്തമാനം കേട്ട് അതിലേക്ക് തിരിയുന്നില്ല. അതിൽ നിന്ന് എന്തോ മനസ്സിലായതുപോലെ മറ്റുള്ള സ്ത്രീകളെല്ലാം അസഭ്യം പോലെ മാറി നിന്നുകൊണ്ട് വൈമനസ്യം കാണിക്കുമ്പോ ബഹുമാനപ്പെട്ട മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ ആത്മഗതം ചെയ്യുകയാണ്. ഇൻ കാന മാ ഖാലഹുൽ യഹൂദിയ്യു ഹഖൻ മാ ദാലിക ഇല്ലാ ഹാദാ, അവിടുന്ന് ജൂതൻ പറയുന്ന ആ മുന്നറിയിപ്പ് സത്യമാണെങ്കിൽ ആ പ്രവാചകനാകാനുള്ള നിയോഗം എന്റെ കച്ചവട സാധനങ്ങളുമായി മാർക്കറ്റിലേക്ക് പോയി വലിയ ലാഭമുണ്ടാക്കിക്കൊണ്ടുവന്ന മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി അല്ലാതെ ആകാൻ വകുപ്പില്ല. അതുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയാകാൻ നിയുക്തയാക്കപ്പെടുന്ന പെണ്ണ് ഞാനായിരിക്കുമെന്ന് ഒരുപാട് പണ്ഡിതന്മാരുടെ മുന്നറിയിപ്പിലൂടെ ആത്മഗതം ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ സയ്യിദത്തുൻ ഫീ ഖൽബിൽ മുസ്തഫ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹൃദയത്തിലെ രാജാവായി ഭാവിയിൽ പരിണമിക്കുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഖദീജത്തുൽ കുബ്രയും തമ്മിൽ വിവാഹാലോചന നടക്കുന്നു. രണ്ട് ഗോത്രങ്ങളിലെയും ആളുകൾ ഒരുമിച്ചുകൂടി അബൂ ത്വാലിബിന്റെ പക്ഷത്ത് നിന്ന് 10 പേർ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുതിയാപ്പിളയോടൊപ്പം എത്തുകയാണ്. അവിടെ ഇരുന്നു അബൂ ത്വാലിബ് എന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം പറഞ്ഞു. ലോകത്തൊരു പെണ്ണിനും ഇതുപോലെ ഭാഗ്യം ലഭിക്കാനില്ല. എന്റെ അനുജന്റെ മകൻ വളരെയേറെ ഭാഗ്യമുള്ള നേതാവാണ്. അവനെ കവച്ചു വെക്കാൻ മഹത്വമുള്ള, സ്ഥാനമുള്ള, പദവിയുള്ള ഒരാളെയും നമുക്ക് കാണാൻ കഴിയില്ല. കാരണം എല്ലാ സ്ഥാനമാനങ്ങളുടെയും അംഗീകാരങ്ങളുടെയും പ്രതീകമാണ്. സുബ്ഹേ വതൻ പേ ശാം ഗരീബാൻ കോ ദോ ശറഫ് ബേകസ് നവാസ് ഗേസോ വാലാ കഹൂ തുജേ. അല്ലയോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അവിടുത്തെയുടെ മഹത്വത്തിന്റെ പാരമ്യതയെ വാഴ്ത്തിക്കൊണ്ട് കാലത്തിന്റെയും ലോകത്തിന്റെയും എല്ലാ ഗതിമാറ്റങ്ങളും പരിണാമങ്ങൾക്കും അവിടത്തേക്ക് വേണ്ടിയാണ് എന്ന് ആദരപൂർവ്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഇമാം അഹ്മദ് റിളാ ഖാൻ ബറൈലി റഹ്മത്തുള്ളാഹി അലൈഹി സംസാരിക്കുകയാണ്. അത്രയും വലിയ പദവിയുള്ള
എന്റെ അനുജന്റെ മകനെ സ്വീകരിക്കാൻ നിയോഗം കിട്ടിയ പെണ്ണ് ഭാഗ്യത്തിന്റെ പ്രതീകമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞ് അവിടെ വെച്ച് ഔദ്യോഗികമായി ഖുത്ബ നടത്തുന്നു അബൂ താലിബ്, അവിടെ വെച്ച് നടത്തുന്നു വറഖത്ത് ബിൻ നൗഫൽ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യന്മാരോട് പാരമ്പര്യം കൊണ്ട് എത്തിപ്പെടുന്ന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ വലിയുപ്പയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയുപ്പയും ലുഅയ്യ് എന്ന് പറയുന്ന പിതാവിൽ ഒരുമിച്ച് കൂടുന്നവരാണ്. ആ പിതാവിന്റെ മക്കളായ രണ്ടുപേരും തമ്മിൽ അറബ് ലോകത്തെ ഏറ്റവും നല്ല മംഗല്യം, ഭൂമി ലോകത്തെ ഏറ്റവും ആദരണീയമായ നിക്കാഹ് ബഹുമാനപ്പെട്ട ഖദീജത്ത് ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വെച്ച് നടന്നുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 20 ഊഖിയ സ്വർണം മഹറായി കൊടുത്ത് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയെ അവിടുന്ന് ഭാര്യയായി സ്വീകരിക്കുകയാണ്. അറബ് ലോകം മുഴുവനും സന്തോഷിച്ചു. പിന്നീട് അവർക്കെല്ലാവർക്കും വേണ്ടി നല്ല സദ്യ ഒരുക്കി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വൈവാഹിക ജീവിതത്തിന്റെ പടവിലൂടെ 25കാരനായ യുവാവ് സ്വീകരിച്ചിരിക്കുന്ന 40 വയസ്സുള്ള പെണ്ണ് 5 മക്കളുടെ മാതാവാണ്. മുമ്പ് കാലത്ത് 2 ഭർത്താക്കന്മാരോട് ജീവിച്ചവരാണ്. 2 പേരും വഫാത്തായി പോയതാണ്. അസീഖ് എന്ന് പറയുന്ന ഭർത്താവിനോടും അതുപോലെ തന്നെ ഹിന്ദി എന്ന ഭർത്താവിനോടും ജീവിതം പങ്കുവച്ചിട്ട് 2 പേരും ലോകത്തോട് വിട പറഞ്ഞപ്പോൾ വിധവയായി കഴിയുന്ന സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ അരമനയിലേക്ക് അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു ചെല്ലുകയാണ്. ഇവിടെ ഓറിയന്റലിസ്റ്റുകളുടെ ഒരുപാട് ആരോപണങ്ങൾക്ക് മറുപടി പറയാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിവാഹത്തിന്റെ അവസരം ഒരുക്കുന്നത് എന്ന് ചരിത്രം പരിശോധിച്ചാൽ അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശക്തമായി കൈകാര്യം ചെയ്യാൻ ഓറിയന്റലിസ്റ്റുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മാനസിക രോഗിയാണ് എന്ന ആരോപണം പറഞ്ഞിരുന്നു. സ്കിസോഫ്രേനിയക്കാരനാണ്, അതേ മാനസിക രോഗമുള്ള ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ തിരിഞ്ഞപ്പോൾ അതിനുള്ള മറുപടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വൈവാഹിക ജീവിതങ്ങൾ മുഴുവനും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത മണ്ഡലങ്ങൾ മുഴുവനും അവിടുന്ന് കൈകാര്യം ചെയ്ത മേഖലകളെല്ലാം ആ ആരോപണത്തിന്റെ മറുപടികളായി മഹാന്മാരായ ഇമാമുകൾക്ക് പുറമെ അവിടുന്ന് പാശ്ചാത്യ ചരിത്രകാരന്മാര് പോലും ഏതോ ചില ഉൽപ്പതിസ്തുക്കളും വിഷലിപ്തമായ പേനകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അപകീർത്തിപ്പെടുത്താൻ ഒരുങ്ങിയപ്പോ അവർക്ക് മുഴുവനും മറുപടി പറഞ്ഞുകൊണ്ട് ഈ വിഷയം ആധികാരികമായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് തൽക്കാലം കടക്കുന്നില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വൈവാഹിക ജീവിതം മനോഹരമായി അല്ലാഹുവിന്റെ നാമത്തിൽ തുടക്കം കുറിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിത നൗക തുഴയുമ്പോൾ ഏറ്റവും തൃപ്തമായ കുടുംബ ജീവിതമാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉൾക്കൊള്ളുന്ന ഭാര്യ, ആ ഭാര്യയെ എല്ലാ നിലക്കും ഉൾക്കൊള്ളുന്ന ഭർത്താവ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പക്വതയുള്ള ഒരു മാതാവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യത്തെ ഭാര്യയായി നൽകിയതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൗത്യവുമായി ബന്ധപ്പെട്ട് ദഅവത്തിന്റെ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട് എന്ന് ഇമാം യൂസുഫ് സാലിഹ് ശാമി ഉദ്ധരിക്കുന്നു. ഇമാമുകളെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുമായി ജീവിതം പങ്കുവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് സാമൂഹിക രംഗത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെടുന്നുണ്ട്. അതിൽ ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ മാർക്കറ്റിലേക്ക് ഇറങ്ങി വരുന്നു. നല്ല സുന്ദരനായ ഒരു കുട്ടിയെ അടിമച്ചന്തയിൽ കച്ചവടത്തിന് വേണ്ടി കൊണ്ടുവച്ചിരിക്കുന്നു. മുഖം നോക്കിയാൽ നൈർമല്യമുള്ള നിർമ്മലതയുള്ള ഹൃദയത്തിലേക്ക് സൂചന നൽകുന്നു. ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ഉടനെ അരമനയിലേക്ക് വന്ന് ഖദീജ റളിയല്ലാഹു അൻഹയെ വിളിച്ചിട്ട് പറയുന്നു, ഖദീജ, അവിടുന്ന് ഏതോ ഒരു ഗോത്രത്തിൽ നിന്ന് കൊള്ളക്കാര് പിടിച്ചുകൊണ്ടുവന്ന സുന്ദരനായ ഒരു കുട്ടി, അവിടുന്ന് സുമുഖനായ ഒരു കുട്ടി, നോക്കിയാൽ ഒരുപാട് സന്തോഷത്തിന്റെ സൂചനകളുള്ള ഒരു കുട്ടി മാർക്കറ്റിൽ വിൽപ്പനയ്ക്ക് വേണ്ടിയുണ്ട്. അവനെ നമ്മൾ വാങ്ങുകയില്ലേ? गरीबों के आका पे बेहद दुरूद, हम फकीरों के सरवर पे लाखों सलाम. പാവപ്പെട്ടവരുടെയും അശരണരുടെയും അനാഥരുടെയും ആലംബഹീനരുടെയും അവലംബമായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ട് പറയുന്നു, അറബ്യൻ മാർക്കറ്റിൽ കച്ചവടത്തിന് വെച്ചിരിക്കുന്ന ചെറുപ്പക്കാരനായ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിയെ നമുക്ക് വാങ്ങിക്കൊണ്ടുവരികയല്ലേ? ആരാണ് കുട്ടിയെന്നറിയുമോ? പിൽക്കാല ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് സാന്നിധ്യമരുളിയ ഖുർആനിൽ ഒരു സ്വഹാബിയുടെ പേരെ പറഞ്ഞിട്ടുള്ളൂ. ആ പേരിന്റെ ഉടമയായ സയ്യിദുനാ സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു എന്ന സുമുഖനായ ചെറുപ്പക്കാരനാണ്. ഹാരിസ എന്നവരുടെ മകനാണ്. അവിടുന്ന് കൊള്ളക്കാര് ഹാരിസായുടെ ഭാര്യയും ബഹുമാനപ്പെട്ട സയ്യിദിനെയും അവിടുന്ന് പിടിച്ചുകൊണ്ടു പോന്നതാണ്. വഴിയിൽ വെച്ചെങ്ങനെയോ ഉമ്മ ഒറ്റപ്പെട്ട് ഒളിച്ച് രക്ഷപ്പെടുന്നു. മകൻ ബന്ദികളുടെ കയ്യിലാണ്. അങ്ങനെ മക്കത്തെ മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിൽക്കുന്ന സമയത്ത് ഹാരിസ അവരുടെ ഗോത്രത്തിൽ നടന്ന് കരയുകയാണ്. ബക്കൈതു അലാ സയ്യിദിൻ വലം അദ്രി മാ ഫഅൽ അഹയ്യും ഫയുർജാ അം അതഅദൂനഹുൽ അജൽ فوالله ما أدري وإني لسائل أغالك بعد السهل أم غالك الجبل تذكرنيه الشمس عند طلوعها وتعرض ذكراه إذا غربها أفل تعميل نص الليث في الأرض جاحدا ولا أسمع التطواف أو تسأم اللبل حياتي أو تأتي علي منيتي فكل امرئ فان وإن غره الأمل. എന്റെ മോൻ എവിടേക്കാണ് റബ്ബേ പോയത്? എവിടെയാണ് എന്റെ മകൻ അവിനഷ്ടമായി പോയത്? ജീവിതകാലത്ത് എനിക്കിനി എന്റെ മോനെ കാണാൻ പറ്റുമോ? അതല്ല, ഞാൻ കാണുന്നതിന് മുമ്പ് അവൻ ലോകത്തോട് വിട പറയുമോ? അവനെ കാണുന്നതിന് മുമ്പ് ഞാൻ ലോകത്തോട് വിട പറയുമോ? എല്ലാവരും മരിക്കാനുള്ളവരാണ്. അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചാലുമില്ലെങ്കിലും അതുകൊണ്ട് എന്റെ മോനെ എനിക്ക് ലഭിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് കുലൈബ് ഗോത്രത്തിലെ വലിയ പ്രധാനിയായ ഹാരിസ നിലവിളിച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട സയ്യിദ് റളിയല്ലാഹു അൻഹു എന്ന പൊന്നുമോന് മക്കത്തെ മാർക്കറ്റിൽ കച്ചവടത്തിന് വെച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജത്തുൽ കുബ്രയോട് പറഞ്ഞു, ആ മോനെ നമുക്ക് വാങ്ങിയാലോ? ഭർത്താവിന്റെ ആവശ്യത്തിന് പണം ചെലവഴിക്കാൻ മനസ്സുള്ള ഭാര്യ, അതിന് ആസ്തിയുള്ള ഭാര്യ, സന്തോഷമുള്ള ഭാര്യ, ഒരു മാതാവിനെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിരക്ഷണം കൊടുക്കുന്ന മഹദിയാണ് ഖദീജ റളിയല്ലാഹു അൻഹാ. കാരണം നബിതങ്ങൾ നടത്തുന്ന ദൗത്യത്തിന്റെ പിന്നിൽ ഒരു മാതാവിന്റെ ലാളന വേണം. പക്ഷേ ആമിന ഉമ്മയില്ല. അതുകൊണ്ട് മാതാവിന്റെ പക്വതയുള്ള ഖദീജ റളിയല്ലാഹു അൻഹ നിർവഹിച്ചു.
അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ പത്നി 65-ാമത്തെ വയസ്സിൽ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 40-ാമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 50-ാമത്തെ വയസ്സിൽ അവിടുത്തെയോട് വിട പറയുമ്പോൾ തൊട്ടടുത്ത പരിചരണം നടത്തിയ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പേര് ഉമ്മു അബീഹാ. സ്വന്തം വാപ്പാന്റെ ഉമ്മയെന്നാണ്. കാരണം വാപ്പയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു മാതാവിന്റെ പരിലാളനയും ഒരു മാതാവിന്റെ അവലംബവും കൊടുക്കേണ്ട സമയത്ത് മാതൃതുല്യമായ ലാളന കൊടുത്ത ഭാര്യയാകുന്ന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ വഫാത്തായ ശേഷം ആ റോളിലേക്ക് ഉയർന്ന മഹദിയാണ് ബീവി ഫാത്തിമ. അതുകൊണ്ടാണ് മഹദിയുടെ പേര് ഉമ്മു അബീഹാ. ഈ ഉമ്മ, ഈ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മാതാവായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയ്ക്ക് ജാഹിലിയ്യത്തിന്റെ ഒരു കളങ്കവും വന്നിട്ടില്ല. ഒരു ബിംബത്തിന്റെയും മുമ്പിൽ ആരാധന നടത്തിയിട്ടില്ല. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഒരു ബിംബത്തിന്റെയും മുമ്പിൽ ജാഹിലിയ കാലഘട്ടത്തിലും ആരാധന നടത്തിയിട്ടില്ല. അതുപോലെ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയും നടത്തിയിട്ടില്ല. അങ്ങനെ പരിശുദ്ധയായി ത്വാഹിറ എന്ന പേരുള്ള മഹദിയായിരുന്നു. ശുദ്ധവതി എന്ന പേരുള്ള ത്വാഹിറ എന്ന നാമമുള്ള മഹദിയാണ് ഖദീജ റളിയല്ലാഹു അൻഹാ. സയ്യിദത്തു നിസാഇ ഖുറൈശ്, ഖുറൈശി വനിതകളുടെ നേതാവ്. അങ്ങനെ ഒരുപാട് അപദാനങ്ങൾ കൊണ്ട് വാഴ്ത്തപ്പെട്ടിരുന്ന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ പറഞ്ഞു, അതേ ആ മകനെ ഇങ്ങ് വാങ്ങിക്കോ, നമുക്കിവിടെ വളർത്താം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പൊന്നുമോനെയും വാങ്ങിക്കൊണ്ടുവരുന്നു. സെയ്ദ് ഇബ്നു ഹാരിസയെ വീട്ടിലെ അടിമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിലാളനയിലാണ് സെയ്ദ് ഇബ്നു ഹാരിസ എന്ന ചെറുപ്പക്കാരൻ. എന്തിനാണ് ഇങ്ങനെ ഒരു സംഭവം ചരിത്രത്തിൽ വരുന്നതെന്നറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന ചെറുപ്പക്കാരന്റെ സ്വഭാവം ലോക ചരിത്രത്തിലേക്ക് കാണിക്കാനാണ്. അങ്ങനെ ലോകത്തിന്റെ എല്ലാ നാട്ടിൽ നിന്നും ഹജ്ജിന്റെ സമയമാകുമ്പോ മക്കത്തേക്ക് ആള് വരുന്നു. കുലൈബ് ഗോത്രത്തിൽപ്പെട്ട ആളുകൾ മക്കത്ത് വന്നു. ആ സമയത്ത് സെയ്ദ് ബിൻ ഹാരിസ എന്ന കുട്ടിയെ നാട്ടിൽ വെച്ച് കണ്ട പരിചയമുള്ള ആളുകൾ മക്കയിൽ വെച്ച് കണ്ടുമുട്ടുമ്പോ ചോദിക്കുന്നു, മോനെ നിന്റെ പേരെന്താണ്? എന്റെ പേര് സെയ്ദ് എന്നാണ്. മോന്റെ വാപ്പയുടെ പേരെന്താണ്? ഹാരിസ എന്നാണ്. എന്നാ മോനെ നിന്റെ വാപ്പ എവിടെ നിലവിളിച്ചുകൊണ്ട് ജീവിക്കുകയാണ്? ഞങ്ങൾ നിന്റെ നാട്ടുകാരാണ്. ഇത് പറയുമ്പോഴേക്ക് സെയ്ദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ വെളിച്ചത്തിലേക്കൊന്ന് കടന്നിട്ടില്ല. നബിതങ്ങൾക്ക് 40 വയസ്സായിട്ടില്ല. 30ഓ 32ഓ വയസ്സാണ് ചരിത്രം പറയുന്നത്. ആ സമയത്ത് ഈ സെയ്ദ് എന്ന് പറയുന്ന കുട്ടി നേരെ ഓടിയില്ല ഹളറത്തി റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പോവുകയാണ്. നബിയെ അവിടത്തെയുടെ കാരുണ്യം മതി. അന്ന് പ്രവാചകത്വം പോലും പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ലാത്ത നേതാവാണ്. न रूहे अमीन न अरशे बरी न लोहे मोबी कोई भी कही खबर ही नहीं जो रमज़े कुली अज़ल की नहा तुम्हारे लिए. ഓ നബിയെ, ഉപരിലോകവും അധോലോകവും പ്രപഞ്ചത്തിലുള്ള ഓരോ ഘട്ടങ്ങളും ഹബീബായ നബിയെ അവിടത്തേക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തെ മുഴുവനും വാഴ്ത്തപ്പെടുന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന നബുവത്തിന്റെ പ്രഖ്യാപനം നടത്തിയിട്ടില്ലാത്ത 32 വയസ്സുള്ള ചെറുപ്പക്കാരന്റെ അടുക്കലേക്ക് സെയ്ദ് ബിൻ ഹാരിസ ചെല്ലുന്നു. ഇവിടെയാണ് ഒരു പദം കൂടി ആവർത്തിക്കാൻ എനിക്ക് ആഗ്രഹം വരുന്നു. ജിനാമേ ചമൻ
चमन में समन, समन में बपन, बपन में दुल्हन, सुनाए मिहन पे ऐसे मिलन, ये अमनो अमान तुम्हारे लिए. ഇതിന്റെ വർണ്ണന എങ്ങനെ പറയാനാണ് എനിക്കറിയില്ല. അത്ര മനോഹരമായ ക്രമീകരണമാണ് ഇമാം അഹ്മദ് റളിയല്ലാഹു തങ്ങൾ നടത്തുന്നത്. ജനാമേ ചമൻ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ്? സ്വർഗീയ ആരാമത്തിലെ പൂന്തോട്ടമാണ്. ചമൻ മേ സമൻ, ആ പൂന്തോട്ടത്തിലുള്ള ചെടിയാണ്. സമൻ മേ ബപ്പൻ, അതിന്റെ മേലെയുള്ള പുഷ്പമാണ്. ബപ്പൻ മേ ദുലൻ, അതിലുള്ള മധുവാണ്, തേനാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ്. मिहन पे ऐसे मिनन, ये अमनो अमान तुम्हारे लिए. ഓ നബിയെ, അവിടത്തേക്ക് വേണ്ടിയാണ് കാലവും ലോകവും വർണ്ണനയും വസന്തവും എല്ലാം തങ്ങൾക്ക് വേണ്ടിയാണ്. സുരക്ഷയും അതുപോലെ തന്നെ ക്രമീകരണങ്ങളെല്ലാം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയാണ്. അങ്ങനെ കാരുണ്യത്തിന്റെ കരകാണാ കടലായ കരസ്പർശമായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 32 വയസ്സുള്ളപ്പോ വീട്ടിലേക്ക് വന്ന അടിമയായ വേലക്കാരനായ സെയ്ദ് ബിൻ ഹാരിസ അല്പം മാസങ്ങൾ കഴിയുമ്പോഴാണ് രണ്ടുപേര് മക്കയിലേക്ക് വരുമ്പോ ഹജ്ജിന് വന്നപ്പോ ഹാജിമാര് വന്ന് പറഞ്ഞു, അല്ലയോ ഹാരിസ, നിങ്ങൾ എന്തിനാണ് ഈ നിലവിളിച്ച് നടക്കുന്നത്? നിങ്ങളുടെ മോൻ മക്കത്തൊരു മാർക്കറ്റിൽ കച്ചവടം ചെയ്യപ്പെട്ടിട്ട് അബ്ദുൽ മുത്തലിബ് എന്ന പ്രമാണിയുടെ പേരക്കുട്ടിയുടെ അടുക്കൽ അടിമയായിട്ടുണ്ട്. അന്വേഷിച്ചിടത്തോളം നല്ല കുടുംബത്തിലാണുള്ളത്. ഹാരിസ കയ്യിലുള്ള പണവുമായി വീട്ടിൽ നിന്നിറങ്ങി. കൂടെ അനുജനെയും കൂട്ടി കുട്ടിയുടെ വാപ്പയും കൊച്ചാപ്പയും കൂടി നേരെ വരുന്നു. അബ്ദുൽ മുത്തലിബ് എന്നവരുടെ മകനായ അബ്ദുല്ലാഹിയുടെ പൊന്നുമോൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അന്വേഷിച്ചു വരികയാണ്. മക്കത്ത് വന്ന് ആദ്യമേ അവര് ചോദിച്ചു, മുഹമ്മദ് ബിൻ അബ്ദില്ല ആരാണ്? എല്ലാവരും പറഞ്ഞു, അൽ അമീൻ, ഞങ്ങളുടെ ഇടയിൽ വിശ്വസ്തനാണ്, ഒരഭിപ്രായ വ്യത്യാസവും ഇല്ലാത്ത ആളാണ്. നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ചെന്നിട്ട് അവര് പറയുകയാണ്, നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചു നോക്കിയപ്പോ നിങ്ങൾ മാന്യനാണെന്നറിഞ്ഞു. അബ്ദുൽ മുത്തലിബ് എന്ന വലിയ കുലജാതനായിരുന്ന നേതാവിന്റെ പൗത്രനാണെന്നറിഞ്ഞു. ഞങ്ങളുടെ മകനാണ് നിങ്ങളുടെ വീട്ടിലുള്ള വേലക്കാരൻ, അതുകൊണ്ട് ആ മോനെ ഞങ്ങൾക്കൊന്ന് വിട്ടുതരുമോ? അപ്പോഴാണ് അകത്തുനിന്ന് സെയ്ദിനെ വിളിക്കുന്നു, മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുകയാണ്. മോനെ ഇങ്ങോട്ട് വന്നേ, ഈ നിൽക്കുന്നതാരാണ്? അതെന്റെ വാപ്പയാണ്. കൂടെയുള്ളതാരാണ്? അതെന്റെ വാപ്പയുടെ അനുജനാണ്, കൊച്ചാപ്പയാണ്, എളാപ്പയാണ്. മോനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ്. വിരഹത്തിന്റെ വേദനയും കൊണ്ട് എന്തും ചെലവാക്കി മോനെ കൊണ്ടുപോകാൻ വന്നതാണ്. അവരുടെ കൂടെ പോകുന്നുണ്ടോ? പോകുന്നെങ്കിൽ പൊയ്ക്കോളു മോനെ. അപ്പോഴാണ് ഹാരിസായുടെ കൈ കിഴിയിലേക്ക് പോകുന്നു. ഈ അടിമയെ മോചിപ്പിക്കാൻ എത്ര രൂപ കൊടുക്കേണ്ടി വരുമെന്ന്. അപ്പോഴാണ് സെയ്ദ് അവിടുന്ന് അകത്തേക്ക് വലിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തുണിയുടെ കോന്തലയിലേക്ക് പിടിച്ചിട്ട് പറയുന്നു, അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി.
ഉമ്മയോ അമ്പാവയോ തങ്ങളെക്കാൾ ഞങ്ങളിൽ ശ്രേഷ്ഠരും അല്ലാ നബി. ഓ നബിയേ, നബൂവത്തിന്റെ പ്രഖ്യാപനം നടന്നിട്ടില്ല. 32 വയസ്സുള്ള മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് നിന്നുകൊണ്ട് അടിമപ്പണിയെടുക്കുന്ന സെയ്ദ് ബിൻ ഹാരിസ തിരിച്ചറിയുകയാണ്. അപ്പോഴാണ് ഹാരിസ വിളിക്കുന്ന മോനെ, മോന്റെ ഉമ്മ അവിടെ കരയുന്നുണ്ട്. ഞാൻ എത്ര കാലം കൊണ്ട് വിഷമത്തിലാണ്, ഇപ്പൊ വാങ്ങാൻ വന്നപ്പോ മോൻ വരില്ലെന്നാണോ, പൈസയില്ലെന്ന് വിചാരിച്ചു മടങ്ങിയതാണോ? അല്ല അല്ല, മുസ്തഫ ജാൻ റഹ്മത്ത് പേ ലാഖോ സലാം, ശഹരിയാരേ ഇറം താജുദാരേ ഹറം നൗബാരേ ശഫാഅത്ത് പേ ലാഖോ സലാം. അല്ലയോ ഉപ്പ, ഈ നിൽക്കുന്ന മനുഷ്യന്റെ ഒരു മാന്യതയും ഈ നിൽക്കുന്ന മനുഷ്യന്റെ സ്വഭാവ ഗുണങ്ങളും എല്ലാം കണ്ടപ്പോ ഒരു വിശേഷപ്പെട്ട മനുഷ്യനാണെന്ന് മനസ്സിലാകുന്നു. എനിക്ക് വാപ്പയോ കണ്ടതിൽ സന്തോഷമുണ്ട്, പക്ഷേ ഞാൻ ഈ നേതാവിനെ വിട്ടുവരുന്നില്ല. അപ്പോഴാണ് സായിലോ ദാമൻ സഖീകാ ദാമലോ കുച്ച് ന കുച്ച് ഇൻ ആമോ ഹി ജായേഗാ. ചോദിക്കുന്നവരെ ഹബീബിന്റെ കോന്തല പിടിച്ചു ചോദിച്ചോ. അവിടെയാണ് സമാധാനത്തിന്റെ ശാന്തിയുടെ ശാദ്വലതയുടെ തീരമുള്ളത്. അത് നേരത്തെ അറിഞ്ഞ ചെറുപ്പക്കാരനാണ് സെയ്ദ് ബിൻ ഹാരിസ. അപ്പോഴാണ് പിതാവിന്റെ മനസ്സിൽ ഒരു മന്ത്രം, ഞാൻ തരുന്നതിനേക്കാൾ വലിയ കാരുണ്യം തരുന്ന, എന്നെക്കാൾ വലിയ ബഹുമതിയുള്ള ഒരു നേതാവിന്റെ കൂടെയാണോ മോനുള്ളത്? മോന് വിട്ടുവരാൻ വിഷമമാണോ? വേണ്ടപ്പോഴിവിടെ വന്ന് കണ്ടോളാം, ഇവിടെ നിന്നോ മോനെ. മോന്റെ ശാഠ്യം പാലിച്ചു കൊടുക്കുന്ന പിതാവ്, മോന്റെ പ്രേമത്തിനും സ്നേഹത്തിനും പ്രാധാന്യം കൊടുക്കുന്ന വാപ്പ മോനെ അവിടെ നിർത്തിയിട്ട് വെറും കയ്യോടെ കുലൈബ് ഗോത്രത്തിലേക്ക് മടങ്ങി ചെല്ലുമ്പോ കുട്ടിയുടെ മാതാവിന്റെ ചോദ്യം, എവിടെയാണ് സെയ്ദ്? എവിടെ? പറഞ്ഞു, സെയ്ദിനെ പാലിക്കുന്നയാൾ നമ്മളെക്കാളും അവന് കടപ്പാടുള്ള ആളായി പോയി, അതുകൊണ്ട് മോൻ വരുന്നില്ല. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സെയ്ദ് ബിൻ ഹാരിസയെ പിടിച്ചുകൊണ്ട് കഅബാലയത്തിന്റെ മുറ്റത്ത് പോയി. അവിടെ നിന്നുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ്, സെയ്ദ് ഇന്നലെ വരെ എന്റെ വീട്ടിലെ അടിമയായിരുന്നു, വേലക്കാരനായിരുന്നു. ഇവിടെ വെച്ച് ഞാൻ പ്രഖ്യാപിക്കുന്നു, സെയ്ദ് ഇന്നു മുതൽ സ്വതന്ത്രനാണ്, എന്റെ മകന് തുല്യമാണ്, എന്റെ പോറ്റുമോനാണ്. അപ്പോഴാണ് അറബ് ലോകത്തുള്ള ആളുകളുടെ പ്രഖ്യാപനം വരുന്നു, സെയ്ദ് ബിൻ മുഹമ്മദ് എന്ന് വിളിക്കുന്നു. അപ്പോഴോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വാപ്പമാരുടെ പേര് മാറ്റി വിളിച്ചുകൂടാ. അല്ലാഹു അക്ബർ. ബഹുമാനപ്പെട്ട സയ്യിദ് സൈനുദ്ദീൻ തങ്ങൾ ബഅലവി, അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ, ദീനി ഖിദ്മത്തിലായി അതുപോലെ ഉസ്താദുമാരും കടന്നു വരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും നമുക്കും അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ദീർഘകാലം ദീനി ഖിദ്മത്ത് ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യൗവന കാലഘട്ടത്തിൽ ലോക ജനത മുഴുവനും അവിടുത്തെയുടെ സ്വഭാവത്തെ അംഗീകരിക്കാൻ അല്ലാഹു തആല വെച്ചുകൊടുക്കുന്ന ഒരു നിമിത്തമാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു.
അവിടുന്ന് ബാല്യകാലത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കോന്തല പിടിച്ച് നുബുവത്തിന്റെ അടയാളം മനസ്സിലാക്കുകയാണ്. അതാണ് ചരിത്രകാരന്മാര് മുഴുവനും പറയുന്നു, ഈ സെയ്ദിന് ഭാഗ്യമാണ് അടിമത്വം കൊണ്ട് അല്ലാഹു തആല നൽകിയത്. എല്ലാവർക്കും അടിമത്വം ഭാരമാണ്, എല്ലാവർക്കും ബന്ധനം ഭാരമാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ അവിടുത്തെയുടെ വീട്ടിലേക്ക് വരുന്നയാൾ, അയാൾക്ക് റഹ്മത്തിന്റെ സ്പർശമാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് മറ്റൊരു സ്ഥാനമാനവും ആവശ്യമില്ല. മദീനെ ദോ ഗസ്സമീൻ മദീനേ മേ, ഞങ്ങൾക്കൊരു രണ്ട് പിടി മണ്ണ് മദീനയിൽ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് മഹാന്മാര് അള്ളാഹുവിന്റെ ഹബീബിന്റെ മദീനയെ പ്രകീർത്തിക്കാനുള്ള കാരണം ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് വന്നു, അഭയം തേടി സെയ്ദ് ബിൻ ഹാരിസ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെയും കൊണ്ട് നടക്കുന്ന സമയത്തെല്ലാം അവിടെയുള്ള ആളുകൾ വിളിക്കാൻ നോക്കും സെയ്ദ് ബിൻ മുഹമ്മദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചു, അങ്ങനെ പിതാവിന്റെ പേര് മാറ്റി പറയാൻ പാടില്ല, സെയ്ദ് ബിൻ ഹാരിസ, സെയ്ദ് ബിൻ ഹാരിസ തന്നെ. പക്ഷേ ഖുലഫാഉൽ അർബഅത്തിന് പോലും ലഭിക്കാത്ത അത്രയും വലിയ പദവി പരിശുദ്ധമായ ഖുർആനിൽ ഒരൊറ്റ സ്വഹാബിയുടെ പേരേ ഉള്ളൂ. അത് ബഹുമാനപ്പെട്ട സയ്യിദുനാ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റേതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തേക്കെല്ലാം കൊടുത്തു. ഉമ്മു ഐമൻ ബറക്കത്തുൽ ഹബശിയായ കല്യാണം കഴിച്ചു കൊടുത്തു. അവിടുന്ന് ഉസാമ എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രിയപ്പെട്ട മോൻ ആ കുടുംബത്തിൽ ജനിച്ചു. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരമനയിൽ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുമായി ജീവിതം മുന്നോട്ട് പോകുമ്പോഴാണ് അറബ് ലോകത്തെ പുതിയ പ്രശ്നം. ഹർബുൽ ഫിജാർ മുതൽ ഹൽഫുൽ ഫുദൂൽ മുതൽ സാമൂഹികമായ വിഷയങ്ങളിൽ മുഴുവനും സാന്നിധ്യമറിയിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ പുതിയ കഅബാലയത്തിന്റെ പുനർനിർമ്മാണം. കഅബാലയത്തിന്റെ പുനർനിർമ്മാണം നടക്കുന്ന സമയം മക്കത്തുള്ള എല്ലാ ചെറുപ്പക്കാരും കല്ല് ചുമന്നു കൊണ്ടുപോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുന്ന് തോളത്ത് കല്ല് ചുമന്നുകൊണ്ട് കഅബാലയത്തിന്റെ പുനർനിർമ്മാണത്തിന് സഹായിക്കുന്നു. അവസാനം കഅബാലയത്തിന്റെ പുനർനിർമ്മാണം കഴിഞ്ഞപ്പോ സ്വർഗീയ ശിലയാകുന്ന ഹജറുൽ അസ്വദ് എവിടെ സ്ഥാപിക്കണമെന്നതിൽ അറബ് ലോകത്തിന്റെ ഇടയിൽ തർക്കമുണ്ടാകുന്നു. നമുക്കെല്ലാം അറിയുന്ന സംഭവമാണ്, വിശദീകരിക്കുന്നില്ല. അങ്ങനെ ഈ ശിലയുടെ പുനഃസ്ഥാപനത്തിന് വേണ്ടി അറബ് ലോകം 5 ദിവസം തുടർച്ചയായി തർക്ക വിതർക്കങ്ങളിലായി മസ്ലഹത്താകാതെ നീണ്ടുപോയപ്പോ 5ാമത്തെ ദിവസം അവിടുത്തെ കാരണവർ പറഞ്ഞു, ഇതുവഴി ആദ്യം കടന്നു വരുന്നയാളെ ഇതിന് പരിഹാരത്തിന് നിർദ്ദേശിക്കാം. തശാജറത്തിൽ അഹ്യാഉ ഫീ ഫസ്ലി ഖുത്തതി ജറത് തൈറുഹും ബിന്നഹ്സി മിൻ ബഅദി യസ്ഉദി തലാ ഖൗലഹാ ബിൽ ബുഗ്ദി ബഅദ മവദ്ദതി വഅഖദ നാറൻ ബൈനഹും ശർറു മൂഖിദി فلما رأينا الأمر قد جد جده ولم يبق شيء غير سل المغندي. അറബ് ലോകം ഒരുമിച്ച് നിന്നുകൊണ്ടൊരു ദൗത്യം നിർവഹിച്ചു. ഒരു പെണ്ണിന്റെ അടുപ്പിൽ നിന്ന് പടർന്ന തീ ബാധിച്ചിട്ടാണ് കഅബാലയത്തിന് കേടുപറ്റിയത്. പുനർനിർമ്മാണത്തിന് വേണ്ടിയാണ് അറബികൾ ഒരുമിച്ച് കൂടിയത്. നിർമ്മാണം കഴിഞ്ഞ് ഞങ്ങളുടെ കഅബാലയത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി എല്ലാ ഗോത്രങ്ങളും ഒരുമിച്ചു. അവസാനം ഞങ്ങൾ ഒരുമിച്ചതിന് ശേഷം ഇപ്പോഴിതാ തർക്കമുണ്ടായിരിക്കുന്നു. പരസ്പരം കൈകോർത്ത് നിന്നുകൊണ്ട് കഅബാലയത്തിന്റെ നിർമ്മാണം നടത്തിയിട്ട് ഇപ്പോൾ ഇതാ പരസ്പരം കൊമ്പുകോർക്കാനെടുത്തിരിക്കുന്നു. അവസാനം ഞങ്ങളുടെ കയ്യിൽ ഒരു ഉപാധിയും ഇല്ല. വലം യബ്ഖ ശൈഉൻ ഗൈറ സല്ലിൽ മുഹന്നദി.
വാളുയർത്തുകയല്ലാതെ പരിഹാരമില്ലെന്ന വിധത്തിൽ അറബ് ലോകം തർക്കത്തിലായപ്പോ റളീനാ വഖുൽനൽ അദ്ലു അവ്വലു ത്വാലിഈ യജീഉ മിനൽ ബത്ഹാഇ അൻ ഗൈരി മൗഇദീ. അപ്പോയിന്റ്മെന്റ് എടുക്കാതെ ബത്ഹായിൽ നിന്ന് ആദ്യമായി കഅബാലയത്തിലേക്ക് പ്രവേശിക്കുന്നവരെ നമുക്ക് നിന്നെ മധ്യസ്ഥരാക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോഴാണ് ഫലം യഫ്ജനാ ഇല്ലൽ അമീനു മുഹമ്മദോ ഫഖുൽനാ റളീനാ ബിൽ അമീനി മുഹമ്മദീ. അങ്ങനെ ഞങ്ങൾ അതുവഴി കടന്നു വരുന്നയാളെ പരിഹാരത്തിന് നിർദ്ദേശിക്കാമെന്ന് പറഞ്ഞ് കാത്തിരുന്നപ്പോഴോ അതുവഴി കടന്നു വന്നതാരാണ്? അൽ അമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഫഖുൽനാ റളീനാ ബിൽ അമീനി മുഹമ്മദീ. അങ്ങനെ ഞങ്ങളോ ആ അല്ലമീനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് അവിടുന്ന് നുബുവത്തിന്റെ പ്രഖ്യാപനം നടത്തിയിട്ടില്ല. 35ാമത്തെ വയസ്സിൽ അവിടുത്തെയുടെ മധ്യസ്ഥത്തിന് വേണ്ടി ഞങ്ങൾ തീരുമാനിക്കുന്നു. ബിഖൈരി ഖുറൈശിൻ കുല്ലി ആ അംറദീമതി വഫിൽ യൗമി മാ യുഹദി സല്ലല്ലാഹു ഫിൽ വദീ فجاء بأمد لم ير الناس مثله أعم وأرضى في العواقب والبديع. ഞങ്ങളാരും ചിന്തിച്ചിട്ടില്ലാത്ത എല്ലാവർക്കും സർവസ്വീകാര്യമായ പരിഹാരവും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കടന്നു വന്നു. അങ്ങനെ ഒരു തുണിയെടുത്തിട്ട് എല്ലാ ഗോത്രക്കാരെയും ആ തുണിയുടെ തലപ്പത്ത് പിടിപ്പിച്ചിട്ട് അതിന്റെ നടുവിൽ ഹജറുൽ അസ്വദ് വെച്ചിട്ട് അതിനെ ഉയർത്തുന്നു. എല്ലാ ഗോത്രക്കാരും ഒരുമിച്ച് ഉയർത്തുമ്പോ കല്ല് വെക്കേണ്ട സ്ഥലത്തെത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എടുത്തു വെക്കുന്നു. ആ തീരുമാനത്തിൽ യോജിച്ചു. ഇവിടെ ഒരു കാര്യം നാം മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബുവത്തിന്റെ പ്രഖ്യാപനത്തിന് മുമ്പ് അവിടുത്തെയുടെ മഹത്വം മനസ്സിലാക്കിയ ഖുറൈശികൾ നബിതങ്ങളെ സമ്മതിച്ചു. അങ്ങനെ നബിതങ്ങള് മധ്യസ്ഥം പറയാൻ വന്നപ്പോഴുള്ള ഒരു സംഭവം ഇമാം ഇബ്നു സഅദും ഇമാം അബൂ നുഐമും ഇബ്നു അബ്ബാസ് തങ്ങളിൽ നിന്ന് നിവേദനം ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കല്ലങ്ങോട്ട് വെച്ചപ്പോ ലമ്മാ വദഅ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അർറുക്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജറുൽ അസ്വദ് വെച്ച സമയത്ത് റഹബ റജുലുൻ മിൻ അഹ്ലി നജ്ദ്, നജ്ദുകാരനായ ഒരാൾ അതാ ഓടി വരുന്നു. ഒരു നജ്ദുകാരന്റെ രൂപത്തിൽ ഒരാൾ കടന്നു വരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ ഹജറുൽ അസ്വദ് എടുത്തിട്ട് അതിന്റെ സ്ഥാനത്തേക്ക് വെക്കുമ്പോ നജ്ദിയായ ഒരാൾ കടന്നു വരുന്നു. ആ കല്ല് പിടിച്ചു വാങ്ങാൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു തടയുന്നു. അപ്പോഴാണ് അയാൾ വിളിച്ചു പറയുന്നു, വാ അജബൽ ലിഖൗം, ഈ സമുദായത്തിന്റെ അവസ്ഥ എന്താണ്? അഹ്ലു ശറഫിൻ വഖൂൽ, വലിയ ബുദ്ധിയും മാന്യതയും ഒക്കെയുള്ള ഈ വലിയ വലിയ കാരണവന്മാരെല്ലാം കൂടി ഈ ഒരു ചെറുപ്പക്കാരനെ കൊണ്ടാണല്ലോ ഇവിടെ ഈ പരിഹാരം പറയാൻ തീരുമാനിച്ചത്. ഇതെന്തോ ഒരു കോലമാണ്. എന്നാൽ നജ്ദുകാരന്റെ രൂപത്തിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടത് ഇബ്ലീസാണ് എന്ന് ഇമാം അബൂ നുഐമ് തങ്ങൾ വിശദീകരിക്കുന്നു. എന്തായി ഇബ്ലീസ് നജ്ദുകാരന്റെ രൂപത്തിൽ വരാനുള്ള കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിൽക്കാലത്ത് പറഞ്ഞു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ യമനിനാ വഫീ ശാമിനാ,
അല്ലാഹുവേ ഞങ്ങളുടെ യമനിലും ഷാമിലും, ഈ യമൻ എന്ന് പറഞ്ഞാൽ ഈമാനിന്റെ കേന്ദ്രമാണ്. ചെറിയ നബിതങ്ങൾ കച്ചവടത്തിന് പോയ നാടാണ്. അതുകൊണ്ട് അല്ലാഹുവേ യമനിലും ഷാമിലും നബിതങ്ങൾ യമനിലും പോയിട്ടുണ്ട് എന്ന് ചരിത്രം പറയുന്നുണ്ട്. അപ്പോൾ യമനിലും ഷാമിലും ഞങ്ങൾക്ക് അനുഗ്രഹം ചൊരിയണേ അല്ലാ. അപ്പോൾ നജിദുകാരൻ അവിടെയുണ്ട്. അയാൾ പറഞ്ഞു, വഫീ നജിദിനാ യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ നജിദിലും അനുഗ്രഹം വേണം നബിയെ. പ്രാർത്ഥിച്ചില്ല, ആവർത്തിച്ചു പ്രാർത്ഥന, അപ്പോഴും അഭ്യർത്ഥിച്ചു നജിദിന് വേണ്ടി. പക്ഷേ അവിടുന്ന് നബിതങ്ങൾ പറഞ്ഞില്ല. മൂന്നാമത്തെ പ്രാവശ്യവും നജിദിനെ ഒഴിവാക്കിയപ്പോ നബിതങ്ങളോട് ചോദിക്കുന്നു, നബിയേ എന്താണ് അവിടുന്ന് നജിദിന് വേണ്ടി ദുആ ചെയ്യാത്തത് നബിയേ? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനം. അവിടെയാണ് പിശാചിന്റെ കൊമ്പ് ഉദിച്ചുയരുന്നത്. ഹുനാക യത്ലഉ ഖർനു ശൈത്താൻ. അപ്പോ നജിദുകാർക്കൊരു ചരിഞ്ഞ വാദമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്തിൽ ദാറുൻ നദുവത്തിൽ തീരുമാനമെടുക്കുന്ന സമയത്ത് നബി തങ്ങളെ കൊല്ലാനുള്ള തീരുമാനം ഖുറൈശികൾ എടുത്തില്ല. അബൂജഹൽ, ഉത്ബത്തും ശൈബത്തും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചെയ്യേണ്ടത്? കുറെ ആള് പറഞ്ഞു നാടുകടത്തിയേക്കാം, കുറെ ആള് പറഞ്ഞു ഊരുവലക്കിയേക്കാം, കുറെ ആളുകൾ പറഞ്ഞു ഉപദേശിച്ചു നോക്കാം. അപ്പോഴാണ് വജാഅ ഇലൈഹിം ശൈഉൻ നജ്ദിയുൻ, നജിദുകാരന്റെ രൂപത്തിൽ ഒരാൾ വന്നു. അതാരാണ്? ഇബ്ലീസുൽ ലഈൻ. വന്നിട്ട് പറഞ്ഞു, അല്ലയോ അറബ് ലോകത്തെ മല്ലന്മാരെ, നിങ്ങൾ ഇനിയും തീരുമാനമെടുത്ത് വൈകിക്കുകയാണോ? തല കൊണ്ടുവരുന്നവർക്ക് ഇനാം പ്രഖ്യാപിച്ചോളൂ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലയെടുക്കാൻ ഓർഡർ ഇടാൻ അറബ് ജനതയെ പ്രേരിപ്പിച്ചതും നജിദുകാരനായ ശൈഖാണ്. ഇബ്ലീസ് വന്ന രൂപം അങ്ങനെയാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജറുൽ അസ്വദ് വെക്കാൻ നേരം എന്തേ നിങ്ങൾക്ക് ബുദ്ധിയില്ലേ എന്ന് ചോദിച്ച് കടന്നു വന്നതും നജ്ദിയായ ശൈഖിന്റെ രൂപത്തിലാണെന്ന് ഇമാം ഇബ്നു സഅദും ഇമാം അബൂ നുഈം തങ്ങളും ഇബ്നു അബ്ബാസ് തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്നു. ആ നജ്ദിൽ നിന്ന് രൂപം കൊണ്ട വാദക്കാരാണ് നബിതങ്ങൾ സാധാരണക്കാരനാണെന്ന് പറയുന്നത്, നബിതങ്ങളുടെ ജന്മദിനം ആഘോഷിക്കണ്ടെന്ന് പറയുന്നത്, മഹാന്മാരോട് സഹായം തേടിക്കൂടെന്ന് പറയുന്നത്, മദീനത്ത് പോകുന്നതിൽ പ്രത്യേകിച്ച് പുണ്യമില്ലെന്ന് പറയുന്നത്, ആ പള്ളിയിൽ പോകാൻ നബിതങ്ങളെ സിയാറത്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് പോയിക്കൂടാ എന്ന് പറയുന്നത് മുഴുവനും ആ നജിദിൽ ജനിച്ച ആ നജിദുകാരനായ ഒരാളുടെ പേരക്കുട്ടിയാണ്. അതുകൊണ്ട് മുഹിബ്ബീങ്ങളെ, അത്തരം വാദങ്ങളിലേക്ക് നമ്മൾ പെട്ടുപോകാൻ പാടില്ല. ഇടക്ക് കൂടി ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഇമാമുകൾ ഈ വിഷയം പറയുമ്പോ പ്രാധാന്യത്തോടെ പറയുന്നുണ്ട്. നജിദുകാരനായ നജിദിന്റെ വേഷത്തിലുള്ള ഒരാള് കടന്നു വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തടയാൻ നോക്കുന്നു. പക്ഷേ അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് തടഞ്ഞു കളയുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറബ് ലോകത്ത് വളരെ അഭിമാനത്തോടുകൂടി ജീവിക്കുകയാണ്. അവിടുന്ന് ചെറുപ്പക്കാരനായി സർവാംഗീകൃതനായി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ വസിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ പ്രധാന ഘട്ടങ്ങളിൽ കഅബാലയത്തിന്റെ സന്ധി പറഞ്ഞതോടുകൂടി അവിടുത്തെയോട് പുതിയ ഒരു അംഗീകാരം കൂടി വന്നു. 34-ാമത്തെ വയസ്സിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവേശിച്ചപ്പോഴാണ് സംഭവമെന്നും മഹാന്മാരായ ചരിത്രകാരന്മാര് പറയുന്നുണ്ട്. അപ്പോഴേക്കിന് ലോകം പാകപ്പെടുകയാണ്. നബിതങ്ങളെ സ്വീകരിക്കാൻ അറബ് ലോകം മുഴുവനും ഒരുങ്ങി. ജനിക്കുന്ന സമയത്ത് ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കാൻ, അവിടുന്ന് നുബുവത്തിനെ സ്വീകരിക്കാൻ അറബ് ലോകം ഒരുങ്ങുകയാണ്.
പ്രപഞ്ചം മുഴുവനും തയ്യാറെടുക്കുകയാണ്. വാഗ്ദത്ത പ്രവാചകന്റെ രംഗപ്രവേശനത്തിന് സമയമായിരിക്കുന്നു. അങ്ങനെ ഒരുക്കമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അറബ് ലോകത്ത് മുഴുവനും പ്രചരണം നടത്തുന്നു. ഹാദാ അവാനു മബ്അസിൻ നബിയിൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വത്തിന്റെ പ്രഖ്യാപനത്തിന്റെ മുന്നോടിയായി അറബ് ലോകത്ത് മുഴുവനും പ്രചരണം നടക്കുന്നു. ആകാശലോകത്ത് പ്രചരണം നടക്കുന്നു. ആകാശലോകത്തേക്ക് പിശാചുക്കൾ അള്ളാഹുവിന്റെ അടുക്കലുള്ള തീരുമാനങ്ങൾ മാലാഖമാര് ചർച്ച ചെയ്യുമ്പോ അത് ചോർത്തിയെടുക്കുന്ന സ്വഭാവം പിശാചുകൾക്കുണ്ടായിരുന്നു. അതിന് 4 ആകാശത്തെയും ബ്ലോക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തോടുകൂടി 4 ആകാശത്തും പിശാചുക്കൾക്ക് പ്രവേശനമില്ലാതെയായി. അതോടുകൂടി തന്നെ പൈശാചിക ലോകത്ത് ചർച്ചയായി. ഏതുവരെ എന്തെങ്കിലും വലിയ കൊള്ളിയാനുകൾ മിന്നിയാൽ അന്നത്തെ ജനങ്ങൾ പറയും ഏതോ ഒരാൾ മരിച്ചിരിക്കുന്നു, എന്തോ ഒരു മഹാസംഭവം നടന്നിരിക്കുന്നു. അതിന്റെ വിശദീകരണം മുഹദ്ദിസുകൾ പറയുന്നത് പിശാചുക്കൾ ഭൂമിയിൽ നിന്ന് ആകാശത്തിൽ മാലാഖമാരുടെ ലോകം വരെ അണിയണിയായി നിൽക്കും. അവര് ചർച്ച ചെയ്യുന്നതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കേട്ടാൽ തൊട്ടടുത്ത ആൾക്ക് പാസ് ചെയ്യും. അങ്ങനെ പിശാചുക്കൾ പാസ് ചെയ്ത് ജോത്സ്യന്റെ മേശപ്പുറത്തെത്തുമ്പോഴേക്ക് ഒരു സത്യം 100 ചില്ലാനം കളവുകളോടൊപ്പം സംഗമിച്ച് ഒരു സത്യവും 100 കളവും കൂടി മിക്സായി ജോത്സ്യന്മാര് പറയാൻ തുടങ്ങും. ഈ സംഭവത്തിന് തടസ്സമുണ്ടായി. 4 ആകാശത്തും ബ്ലോക്ക് ഏർപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചപ്പോൾ അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിന്റെ പ്രഖ്യാപനം എടുത്തപ്പോ 7 ആകാശത്തും ബ്ലോക്ക് വന്നു. ഇനി പിശാചുക്കൾക്ക് അതിലേക്ക് പ്രവേശനമില്ല. ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാപഞ്ചികമായ ക്രമീകരണം നടത്തുന്നു. അങ്ങനെ ഒരു ഭാഗത്ത് പിശാചുക്കൾ അറിയുന്നു, ഭൂതലോകം അറിയുന്നു, മനുഷ്യലോകത്തെ പ്രചാരണങ്ങൾ നടക്കുന്നു. അതിലൊരു പ്രധാനപ്പെട്ട പ്രചാരണമാണ് ഖുസ്ബിന് സായിദായുടെ പ്രചാരണം. അവിടുന്ന് ഒരു ദിവസം മുക്കാവ മാർക്കറ്റിൽ എഴുന്നേറ്റ് നിന്നു. ചുവന്ന ഒട്ടകത്തിന്റെ മേലെ കയറി നിന്നു. എന്നിട്ട് അയാൾ ജനങ്ങളോട് പറയാൻ തുടങ്ങി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നത് ഞങ്ങൾ കേട്ട് പഠിച്ചിട്ടുണ്ട്, സ്വഹാബത്ത് പറയുന്നു. അങ്ങനെ അയാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുകയാണ്, അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇസ്മഉ, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണേ, വഉ, നിങ്ങൾ മനപ്പാടമാക്കണേ, വൈദാ ഉഈതും ഫന്തഫിഉ, നിങ്ങൾ അതിനെ മനപ്പാടമാക്കിയാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇന്നഹു മൻ ആശമാത് വമൻ മാതഫാത് വകുല്ലു മാ ഹുവ ആതിന്നാത് മതറുൻ വനബാത് വഅർസാഖുൻ വഅക്വാത് വആബാഉൻ വഉമ്മഹാത് വഅഹ്യാഉൻ വഅംവാത് ജമീഉൻ വഅസ്താത് വആയാതുൻ ബഅദ ആയാത് ഇന്ന ഫിസ് സമാഇ ലഖബറാ വഇന്ന ഫിൽ അർളി ലഇബറാ ലൈലുൻ ദാജ് വസമാഉൻ ذات فجاج وبحار ذات أمواج ما لي أرى الناس يذهبون فلا يرجعون أرضوا بالمقام فأقاموا أم تركوا هناك فناموا. അങ്ങനെ വളരെ സാഹിരീയമായ ഭാഷണം. ജനിച്ചവർ മരിക്കും, മരിച്ചവർ വിനാശമാകും. അങ്ങനെ തുടങ്ങിയിട്ട് വളരെ അർദ്ധഗംഭീരമായ ആമുഖങ്ങൾക്ക് ശേഷം പറയുകയാണ്, ഇതാ നിങ്ങളിലേക്ക് അടുത്തിരിക്കുന്നു, ഞാൻ സത്യം ചെയ്തു പറയുന്നു, ഇന്ന ലില്ലാഹി ദീനാ ഹുവ അഹബ്ബു ഇലൈഹി മിൻ ദീനികുമുല്ലദീ അൻതും അലൈഹി. നിങ്ങളിപ്പോഴുള്ള മതത്തെക്കാളും നല്ലതാണ് അള്ളാഹുവിന്റെ മതം. അള്ളാഹുവിന്റെ മതം ഇസ്ലാം, അതാണ് അവന്റെ അടുക്കൽ ഏറ്റവും തൃപ്തിപ്പെട്ടത്. വനബിയൻ ഖാതിമാ, അള്ളാഹുവിനൊരു അന്ത്യപ്രവാചകനുണ്ട്. ഹാനഹീനുഹു, ആ പ്രവാചകന്റെ രംഗപ്രവേശനത്തിന്റെ സമയമായിരിക്കുന്നു. വഅളല്ലകും മവാനുഹു, ആ നബി പുറപ്പെടാൻ സമയമായിരിക്കുന്നു. ഫതൂബാ ലിമൻ ആമന ബിഹി ഫഹദാ,
ആ നബിയെ അംഗീകരിച്ചിട്ട് ഹിദായത്തിലേക്ക് പോകുന്നവർക്ക് സ്വാഗതം. ലിമൻ വവൈലുൽ ലിമൻ ഖാലഫഹു വഅസാ. ആ നബിയെ നിരാകരിച്ചുകൊണ്ട് പോകുന്നവർക്ക് നാശമാണ്, നരകമാണ്. അങ്ങനെ ഉക്കാള മാർക്കറ്റിൽ നിന്നുകൊണ്ട് ഖുസ്ബിന് സാഇദ വിളിച്ചു പറയുന്നു, വാഗ്ദത്ത പ്രവാചകന്റെ സമയമായിരിക്കുന്നു, നിങ്ങൾ മക്കയിൽ നിന്ന് ആ പ്രവാചകനെ അംഗീകരിച്ചോ. ഈ വിഷയം പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സവിധത്തിൽ ചർച്ച ചെയ്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, അന്ന് പറഞ്ഞ പാട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഫൻസദഹു അബൂബക്കർ സിദ്ദീഖ്. അപ്പൊ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫിദ്ദാഹിബീനൽ അവ്വലി. അയാളെ വിലാപം പറഞ്ഞുകൊണ്ട് ഖുസ്ബിന് സായിദ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ട് അവസാനം അവിടുന്ന് പറഞ്ഞുപോയ വിലാപത്തിന്റെ കാവ്യം ഇങ്ങനെയായിരുന്നു എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ ഇരുന്നു കൊണ്ട് പാടിക്കൊടുക്കുന്നു. ആ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ എവിടേക്കിറങ്ങിയാലും ബിശാറത്തിന്റെ പ്രഖ്യാപനമാണ്. കഅബാലയത്തിന്റെ അടുക്കലേക്ക് ചെന്നു. അബ്ദുൽ മുത്തലിബ് എന്നവർ ഒരു ദിവസം കഅബാലയത്തിന്റെ അടുക്കലേക്ക് ചെന്നു. അവിടുത്തെ ജന്മസമയത്തുള്ള സന്ദർഭമാണ്. കഅബാലയം ഇങ്ങനെ ഹിജ്റി ഇസ്മായിലിന്റെ ഭാഗത്തേക്ക് ചായുന്നു. എന്തേ ഈ കഅബാലയത്തിനൊരു ചരിവ്? അപ്പോഴടുത്തുള്ള ബിംബത്തിന്റെ അടുക്കലേക്ക് ചെന്നു. ബിംബം പറയുന്നു, അതാ വാഗ്ദത്ത പ്രവാചകൻ ജനിക്കുന്നു. അങ്ങനെയാണ് അബ്ദുൽ മുത്തലിബ് ആമിന റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ഓടിപ്പോയതെന്ന് ചില ചരിത്രകാരന്മാര് പറയുന്നുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓരോ കാലത്തും ആളുകൾ വിളിച്ചു പറയുകയാണ്. ഇമാം അബൂ നുഐം റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് നിവേദനം ചെയ്യുന്നു. ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ഖാലൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജിത്തു ഫീ തിജാറത്തിനിൽ യമൻ, ഞാൻ യമനിലേക്ക് ഒരു കച്ചവടത്തിന് പോയി. ഫീ റക്ബിൻ ഫീഹിം അബൂ സുഫിയാൻ ഇബ്നു ഹർബ്, അബൂ സുഫിയാന്റെ കൂടെയാണ് ഞാൻ പോയത്. അങ്ങനെ ഞങ്ങൾ പോകുമ്പോഴോ ഫവറദ കിതാബു ഹല്ലലത്ത് ഇബ്നു അബീ സുഫിയാൻ. അങ്ങനെ ചെല്ലുമ്പോഴാണ് ഹല്ലലത്ത് ഇബ്നു അബൂ സുഫിയാന്റെ കത്ത് ഞങ്ങൾക്ക് കിട്ടി. വായിച്ചു നോക്കിയപ്പോഴോ അവിടെ ഒരു പ്രവാചകന്റെ മുന്നറിയിപ്പ് മക്കയിലുണ്ടെന്ന് യമനിൽ നിന്ന് ഞങ്ങൾ അറിഞ്ഞു. വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. അങ്ങനെ പോകുന്ന സമയത്തോ ഞങ്ങളെ വഴിയിൽ വെച്ചൊരാൾ കണ്ടുമുട്ടി, ഒരു ജൂത പുരോഹിതന്മാരിൽപ്പെട്ട ഒരാള്. അപ്പോഴയാൾ പറയുകയാണ്, ബലഗലി അന്നഫീക്കും അൻമുഹാദർ റജുൽ, നിങ്ങളിൽ ആ മനുഷ്യന്റെ മൂത്താപ്പ ഈ കൂട്ടത്തിലുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ. ഏതു മനുഷ്യന്റെ മൂത്താപ്പ? അപ്പോൾ പറഞ്ഞു, അവിടെ പ്രവാചകത്വവാദവുമായി ഒരാൾ വന്നിട്ടില്ലേ? മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി എന്ന് പറയുന്ന ഒരാൾ വന്നിട്ടില്ലേ? അദ്ദേഹത്തിന്റെ മൂത്താപ്പ ഈ കൂട്ടത്തിൽ ഉണ്ടാകണമല്ലോ. അപ്പൊ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം, ഞാൻ ആ ചെറുപ്പക്കാരന്റെ മൂത്താപ്പയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അല്ലയോ അബ്ബാസേ, ആ ചെറുപ്പക്കാരനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അദ്ദേഹം സത്യവാനാണോ വഞ്ചകനാണോ? അപ്പൊ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇസ്ലാമിലേക്കൊന്ന് വന്നിട്ടില്ല. അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇല്ല ഇല്ല, ഞങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് അൽ അമീൻ എന്നാണ്. അൽ അമീനാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ. രണ്ടാമത്തെ ചോദ്യം, ഫഹൽ കതബ ബിയദിഹി, ആ ചെറുപ്പക്കാരൻ എഴുത്തു പഠിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും പോയി? അപ്പൊ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫഅറത്തു അൻ അഖൂല നഅം, എഴുത്തിന് പോയിട്ടുണ്ട് എന്ന് പറയണമെന്ന് എന്റെ മനസ്സിൽ തോന്നി. കാരണം ഈ പ്രവാചകത്വവാദം സമ്മതിക്കാൻ അന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു പാകപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇത് എഴുത്തും വായനയുമുള്ള ആളാണെന്ന് പറഞ്ഞാലോ അത് നബിയല്ലെന്ന് പറഞ്ഞ് ഇവര് പോകുമല്ലോ.
അപ്പൊ എനിക്കൊരു എന്റെ മനസ്സിലൊരു ഭയം, ഞാൻ അദ്ദേഹം എഴുത്തു പഠിച്ച ആളാണെന്ന് പറഞ്ഞാൽ എന്റെ കൂടെയുള്ള അബൂ സുഫിയാൻ അതിനെ നിഷേധിച്ചാൽ ഞാൻ കള്ളനായി പോകുമല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ലാ യക്തുബ്, എഴുതുകയില്ല, ഉമ്മിയായ നബിയാണ്, അവിടുന്ന് എഴുത്തും വായനയും പഠിച്ചിട്ടില്ല. ഇതങ്ങ് കേൾക്കുമ്പോഴോ വാഗ്ദത്ത പ്രവാചകന്റെ ലക്ഷണങ്ങൾ വേദത്തിൽ നിന്ന് പഠിച്ച ജൂത പുരോഹിതൻ പുരോഹിതനൊരൊറ്റ ചാട്ടമാണ്. അയാളുടെ സ്ഥാനവർത്തം വസ്ത്രം എടുത്ത് തേറാണ്. ഏ ജൂതന്മാരുടെ നാശം, ഞങ്ങളുടെ പ്രവാചകന്മാരുടെ പ്രസക്തി പോയല്ലോ, അന്ത്യപ്രവാചകൻ വെളിപ്പെട്ടു കഴിഞ്ഞല്ലോ എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ജൂതൻ ബഹളം വെച്ചു പോയപ്പോ അബ്ബാസ് റളിയല്ലാഹു അൻഹു അബൂ സുഫിയാനോട് ചോദിച്ചു, അബൂ സുഫിയാനെ, എന്റെ അനുജന്റെ മോനെ നബിയായിട്ട് നമ്മളങ്ങ് സമ്മതിച്ചാലോ? അപ്പ അബൂ സുഫിയാൻ പറഞ്ഞു, ഖുദായി താഴ്വരയിലൂടെ ഒട്ടകത്തിന്റെ പുറത്ത് ഒരു സംഘമായി ആ മുഹമ്മദ് വരുന്നത് വരെ ഞാൻ അംഗീകരിക്കൂല, അന്ന് അംഗീകരിക്കും. ഖുദായി താഴ്വരയിലൂടെ കടന്നു വരുന്ന സമയം വരെ ഞാൻ അംഗീകരിക്കില്ല. അപ്പ അബ്ബാസ് എന്നവരുടെ ചോദ്യം, എന്താ അബൂ സുഫിയാനെ നിങ്ങൾ ഈ പറയുന്നത്? ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന എന്റെ അനുജന്റെ മകൻ നാളെ ഖുദായി താഴ്വരയിലൂടെ സൈന്യത്തെയും കൊണ്ട് വരികയോ? അപ്പോഴാണ് അബൂ സുഫിയാൻ പറയാ, ഞാൻ എന്താ ഈ പറഞ്ഞതെന്ന് എനിക്കറിയില്ല, എന്താണിപ്പോ ഞാൻ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല, എന്റെ നാവിൽ ഞാനല്ല സംസാരിച്ചത്. ബഹുമാനപ്പെട്ടവർ പിന്നീട് അനുസ്മരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക വിജയം നേടിക്കൊണ്ട് സനിയത്ത് ഖുദായിലൂടെ പരിശുദ്ധമായ മക്കയിലേക്ക് കടന്നു വരുമ്പോ കൂടെയുള്ളവർ വിളിച്ചു ചോദിക്കുന്നു, അബൂ സുഫിയാൻ, നിങ്ങൾ പണ്ട് പറഞ്ഞില്ലയോ യമനിലേക്ക് കച്ചവടത്തിന് പോയപ്പോ സനിയത്ത് ഖുദായിലൂടെ ഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുയായികളെയും കൊണ്ട് ഒട്ടകപ്പുറത്ത് വരുമ്പോ അംഗീകരിക്കുമെന്ന് പറഞ്ഞില്ലേ? കലിമ ചൊല്ലാനായിട്ടില്ലേ അബൂ സുഫിയാൻ? അബൂ സുഫിയാൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് കലിമ ചൊല്ലി എന്ന് മഹാന്മാര് രേഖപ്പെടുത്തുന്നു. അപ്പൊ എപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയണമെന്ന് അല്ലാഹുവിനറിയാം. വല്ലാഹു അഅലമു ഹൈസു യജ്അലു റിസാലതഹു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പ്രവാചകത്വത്തെ എങ്ങനെയാണ്, ഏത് വിധത്തിലാണ് ആക്കേണ്ടതെന്ന് അല്ലാഹുവിനറിയാം. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഇമാം ഇബ്നു അസാകിർ നിവേദനം ചെയ്യുന്നു, ഇമാമുകളുടെ കിതാബുകൾ മുഴുവനും പരിശോധിക്കുമ്പോ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഒരു 100 ചില്ലാനം സംഭവങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വത്തിന്റെ മുന്നോടിയായി അവിടുത്തെ 35-34 വയസ്സ് മുതൽ 40-ാമത്തെ വയസ്സ് വരെ അറബ് ലോകത്ത് നടന്ന സംഭവങ്ങൾ ഓരോരുത്തർ ഓരോ സ്ഥലത്തു നിന്ന് പറയുന്നു. എല്ലായിടത്തും വർത്തമാനമാണ്. ഹാദാ അവാനു മഖ്റജിൻ നബിയിൽ കരീം. എല്ലാവരുടെയും വർത്തമാനം അവിടെയാണ്. എന്നാലോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഇബ്നു അസാകിർ തങ്ങൾ നിവേദനം ചെയ്യുന്നു, എന്താണെന്നല്ലയോ, സാഫർതു ഇലൽ യമൻ, ഞാൻ യമനിലേക്ക് പോയി. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 39 വയസ്സാണ്. ഞാൻ എങ്ങനെ ഹിമ്യറിൽപ്പെട്ട ഒരു രാജാവിന്റെ രാജകുടുംബത്തിൽപ്പെട്ട പ്രായമുള്ള ഒരാളുടെ വീട്ടിലെത്തി. ഞാൻ യമനിൽ ചെന്നാൽ അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഉണ്ടാകാറുള്ളത്. ഓരോ സമയത്ത് ചെല്ലുമ്പോഴും എന്നോട് കഅബയെക്കുറിച്ചും സംസം വെള്ളത്തെക്കുറിച്ചുമൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കുറെ ദിവസം താമസിച്ചപ്പോ എന്നോട് വളരെ വന്യവയോധികനായ അദ്ദേഹം ചോദിക്കുന്നു, അസ്കലാൻ എന്ന് പറയുന്നയാൾ
എന്നോട് ചോദിക്കുകയാണ് ഹൽ ലഹറ ഫീകും റജുലുൻ ലഹു നുബുവത്തിന്റെ വൃത്താന്തമുള്ള ആ മനുഷ്യൻ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ? ഹൽ ഖാലഫ അഹദും മിൻകും അലൈക്കും ഫീ ദീനിക്കും, അദ്ദേഹത്തിന്റെ മതത്തിനെതിരെ ആരെങ്കിലും തിരിഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ആരും അവിടെ വന്നിട്ടില്ല, ആരും അവിടെ വന്നിട്ടില്ല. കാരണം നബി തങ്ങൾക്ക് 39 വയസ്സായപ്പോ ഞാൻ അവിടുന്ന് വിട്ടതാണ്. അപ്പോഴെന്നോട് അദ്ദേഹം പറയുകയാണ്, മോനെ നീ മക്കയിലേക്ക് ചെന്നാൽ അവിടെ ആ പ്രവാചകൻ വന്നാൽ ആ പ്രവാചകനോട് പറയണം ഞാൻ എന്റെ സുവിശേഷ വാർത്ത അറിയിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത പറഞ്ഞിട്ട് നീ ആ പ്രവാചകനോട് കൂടണം കേട്ടോ. മഖ്ദൂമിയ ദഅവ കോളേജ് ദക്ഷിണ കേരളത്തിലെ പ്രമുഖ ഇസ്ലാമിക വൈജ്ഞാനിക സ്ഥിരാകേന്ദ്രമായ കൊല്ലം തഴുത്തൽ ഖാദിസിയ ഇസ്ലാമിക് കോംപ്ലക്സിന് കീഴിൽ ചിറയൻകീഴ് കേന്ദ്രമാക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. SSLC പരീക്ഷയിൽ ഉയർന്ന ഗ്രേഡും മദ്രസ 7ാം തരവും പാസ്സായ സമർത്ഥരായ ആൺകുട്ടികൾക്ക് യോഗ്യതാടിസ്ഥാനത്തിൽ 7 വർഷത്തെ സൗജന്യ വിദ്യാഭ്യാസത്തിന് പ്രവേശനം നൽകുന്നു. കേരള യൂണിവേഴ്സിറ്റിയുടെ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, മതവിഷയത്തിൽ മുഖ്തസർ ബിരുദം, കമ്പ്യൂട്ടർ പരിജ്ഞാനത്തിൽ PGDCA, അറബി, ഇംഗ്ലീഷ്, ഉറുദു ഭാഷാ പഠനം, ലീഡർഷിപ്പ് ട്രെയിനിംഗ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്നിവയിൽ കഴിവുറ്റ അധ്യാപകരുടെ ശിക്ഷണം നൽകുന്നു. ഇപ്പോൾ 6ാം അധ്യയന വർഷത്തിൽ മഖ്ദൂമിയ പ്രവേശിക്കുമ്പോൾ 6 ബാച്ചുകളിലായി 150ഓളം വിദ്യാർത്ഥികൾ വിദ്യ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നു. പ്രതിമാസം 2 ലക്ഷത്തോളം രൂപ ചിലവുള്ള സ്ഥാപനം 1 രൂപ പോലും സ്ഥിര വരുമാനമില്ലാതെ അഭ്യുദയകാംക്ഷികളുടെ അകമഴിഞ്ഞ സഹായ സഹകരണം കൊണ്ട് മുന്നോട്ട് ഗമിക്കുന്നു. മതിയായ ഭൗതിക സൗകര്യത്തിന്റെ പരിമിതിയിൽ താൽക്കാലിക ഷെഡുകളും ബിൽഡിംഗ് സംവിധാനങ്ങളും മാത്രമേ മഖ്ദൂമിയയ്ക്ക് നിലവിലുള്ളൂ. കാലത്തിന്റെ ഗതിവിഗതികൾക്കനുസൃതമായി ഇസ്ലാമിക പ്രബോധന വീതിയിൽ കരുത്തുറ്റ ആദർശധീരരായ ഒരു പണ്ഡിത സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ നിങ്ങളുടെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ അത്യന്താപേക്ഷിതമാണ്. നാളിതുവരെ സഹകരിച്ചവർ, തുടർന്നും സഹകരിക്കുന്നവർ സർവർക്കും സർവാധിനാഥൻ സർവഗുണങ്ങളും സദാ വർഷിക്കുമാറാകട്ടെ. ആമീൻ.